അടക്കാക്കൊണ്ട് തന്നെയാണ്. നല്ല മഴയാണ്. അവിടെ മീഡിയക്കാരും പോലീസുകാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആരൊക്കെയാ പറഞ്ഞു കടുവനെ കിട്ടിയേക്കണ്, കടുവന്റെ കുട്ടികളൊക്കെ കിട്ടി എന്നുള്ളൊരു വാർത്തകളൊക്കെ വന്നു. ആ അടിസ്ഥാനത്തിലാണ് ഞാനും വന്നത്. മെയിൻ മീഡിയക്കാരുണ്ട് ഇവിടെ, നാട്ടുകാരുണ്ട്, ഒക്കെ കാത്തിക്കാണ്. അപ്പൊ സംഭവം എന്താ വെച്ചാല് ഇന്നലെ വെച്ച ക്യാമറയില് ഇന്നിപ്പോ അതിന്റെ പതിഞ്ഞിക്കണത് കടുവനെ ചെറിയൊരു രൂപം കിട്ടിയിരിക്കണെന്നുള്ളതാണ് നമ്മുടെ ഡോക്ടർ സക്കരിയ സാർ പറഞ്ഞിട്ടുള്ളത്, അരുൺ സക്കരിയ സാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അഡീഷണൽ ക്യാമറ വെക്കാൻ വേണ്ടി കണ്ടാണ് ഇന്ന് അവിടെ പോയത്. അപ്പൊ പൊതുവെ നമ്മുടെയൊക്കെ വിചാരം, ഇപ്പൊ എന്റെ അടക്കം വിചാരം ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ കിട്ടിയിരിക്കണ്, അതുപോലെ തന്നെ കുട്ടിനെ കിട്ടി എന്നൊരു വാർത്തകളൊക്കെയാണ് പ്രചരിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് അഡീഷണൽ ക്യാമറ വെച്ച് പോന്നിക്കണേ എന്നുള്ള വിവരമാണ് ഇപ്പൊ ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാനുള്ളത് പാറശ്ശേരി ജംഗ്ഷനിലാണ്. ഇവിടുന്ന് നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുന്ന ഈ ഒരു സ്ഥലം കണ്ടെങ്കിൽ ഇതിന്റെ കയറി പോകുമ്പോൾ അങ്ങനെയാണ് റോഡ് പോകുന്നത്. അപ്പൊ ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ട്, മീഡിയക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, സജീവമായി പ്രവർത്തിക്കുന്ന ഇതിനൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ, ഞാൻ കരുവാരം കൊണ്ട് നിന്നപ്പോൾ കുഞ്ഞുട്ടിയെ കടുവനെ കിട്ടിയിരിക്കണമെന്നുള്ള ന്യൂസ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വന്നു നോക്കിയത്. അപ്പൊ സംഭവം അങ്ങനെ സംഭവമൊന്നുമില്ല. എന്തായാലും തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, ഡ്രോൺ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 2 ആനകൾ, കുങ്കി ആനകൾ അടക്കം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മളെ CF-ന്റെ വിവരങ്ങളും അതുപോലെ തന്നെ DFOന്റെ വിവരങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു. ഇന്നിപ്പോ ഇവിടെ ഉദ്യോഗസ്ഥർ മഴ ആയതുകൊണ്ട് ഒന്ന് പറയാനോ എടുക്കാനോ കോലല്ല. എന്തായാലും സംഭവം ഇനി എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും. അടുവുണ്ടോക്കിട്ടോ ഉള്ളിലെവിടെയും